നമ്മളെല്ലാവരും ഈ വർഷം കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എക്സൈറ്റഡ് ആയിട്ടിരുന്ന സിനിമയുടെ ട്രെയിലർ, എമ്പുരാൻ്റെ ട്രെയിലർ ഇന്നലെ രാത്രി 12 മണിക്ക്, അല്ല ഇന്ന് രാവിലെ 12 മണിക്ക് റിലീസായി. ആക്ച്വലി 20-ന് റിലീസ് ചെയ്യുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം എനിക്ക് തോന്നുന്നു 1:30 എന്താണ് വെച്ചിരുന്നത്. ഏതൊന്നരയാണെന്ന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷേ രാത്രിയിലാണ് റിലീസ് ചെയ്തത്. രാവിലെയാണ് ട്രെയിലർ കണ്ട് എഴുന്നേറ്റപ്പോൾ ആദ്യം കാണുന്നത് ഈ ട്രെയിലറാണ്. ഇങ്ങനെ രോമാഞ്ചമായിരുന്നു. അത് കഴിഞ്ഞൊരു 4-5 വട്ടം വീണ്ടും എടുത്ത് കണ്ടു നോക്കി എന്താണ് ഈ സാധനത്തിനകത്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. 3 മണിക്കൂറാണ് എമ്പുരാൻ്റെ ഡ്യൂറേഷൻ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. 3 മിനിറ്റും 51 സെക്കൻഡുമാണ് ഇപ്പം റിലീസായിട്ടുള്ള ഒരു ഫൈനൽ ട്രെയിലറിനകത്തുള്ളത്. ഈ ഒരു ഫൈനൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വെറും മാസ് സിനിമ ആയിരിക്കില്ല, ഇതൊരു ക്ലാസ് സിനിമയായിരിക്കും. അതായത് വെറുതെ കുറേ ആക്ഷൻ സീക്വൻസുകൾ കാണിച്ച് വെറുതെ ഒരു മസാല സിനിമ പോലെ ഇറക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി കാണുമ്പോൾ പുഷ്പ 1 കണ്ട് പുഷ്പ 2 കണ്ടപ്പോൾ നമുക്ക് അത് ദഹിക്കാതെ പാടില്ല, അതുപോലൊരു സാധനമായിരിക്കില്ല എമ്പുരാൻ എന്ന് പറയുന്നത്. വേൾഡ് ക്ലാസ് ലെവൽ മേക്കിംഗ് ഉള്ള, അത്രയും മലയാള സിനിമയുടെ ബെഞ്ച് മാർക്കായിട്ട് മാറാനായിട്ട് പോകുന്നൊരു സിനിമയായിരിക്കും L2E എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്നത്. അമ്മാതിരി ഐറ്റം, അതായത് ട്രെയിലറിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇങ്ങനെ റൊമാൻറ്റിഫിക്കേഷനാണ്. അത് ഒരു വട്ടമല്ല, നമ്മളിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സമയത്തെല്ലാം ഈ ഒരു റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ലാലേട്ടൻ്റെ സ്ക്രീൻ പെർഫോമൻസ് ആയാലും ദീപക് ദേവിൻ്റെ മ്യൂസിക് ആയാലും ഇതിനകത്ത് ഓരോ ഷോട്ടുകളും ഫ്രെയിമുകളും എല്ലാം. ഇതിനകത്ത് ഇപ്പം കുറേ അധികം ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. അവർ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള കൺട്രീസ്, അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ, നമ്മൾ കാണാത്ത കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണാനായിട്ടുണ്ട്. ഈവൻ ട്രെയിലറിൽ കാണാത്തത് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും നമുക്ക്. അപ്പം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് സാധനമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് നമ്മൾ ലൂസിഫറിൽ കണ്ടത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സ്റ്റോറിയാണ്. എവിടെയും നമുക്ക് എബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കാണാനായിട്ട് പറ്റില്ല. അത് ആ ഒരു ക്ലൈമാക്സിലെ കുറച്ച് നേരം മാത്രമാണ് കണ്ടുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയിൽ നമ്മൾ ഖുറൈഷി എബ്രഹാമിനെ കാണും. സയ്യിദ് മസൂദ് ഗ്യാങ് എന്താണെന്നറിയും. അതുമാത്രമല്ല, നാട്ടിലെ പൊളിറ്റിക്സും ആ നാട്ടിലെ പ്രശ്നങ്ങളും. നമ്മൾ ആദ്യത്തെ സിനിമയിൽ കണ്ട ഡ്രഗ് കാർട്ടൽ എന്ന് പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമുള്ളതല്ല, ദെയർ ഓൾ ഓവർ ദ വേൾഡ്. അപ്പം അതേപോലൊരു ഗ്യാങ് ആണ് ഖുറൈഷി എബ്രഹാമിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ആ ഒരു ഗ്യാങ് എന്താണ്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഒരു വാറ് തന്നെയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഡയലോഗ് വരുന്നുണ്ട്, വി ഹാവ് ടു എൻഡ് ദ വാർ എന്നുള്ള സാധനമൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്രയും പൊളിറ്റിക്കൽ വാല്യൂ ഉള്ള ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ ഡ്രഗ് യൂസേജ്, ഡ്രഗ്സൊക്കെ ഭയങ്കര സീനായിട്ട് നിൽക്കുന്ന സമയം. അപ്പം ഇതൊക്കെ അന്ന് 2018 മുരളി ഗോപി എഴുതി വെച്ചതാണ് ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അന്ന് ഇത് ഫ്യൂച്ചറിൽ നടക്കും എന്നുള്ളത്. ഇപ്പോൾ അത് കറക്റ്റ് സമയമാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ടുള്ളത്. വേറെ റേഞ്ചായിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനായാലും, ഇതിനകത്ത് ഓരോ ഫ്രെയിംസ് ആയാലും ഷോട്ട്സ് ആയാലും എല്ലാം വേറെ ലെവലിൽ നിൽക്കുന്ന സാധനം. ഇങ്ങനെ രോമം എഴുന്നേറ്റേക്കും. ഇനി മാർച്ച് 27 ഈ സിനിമ കാണുന്നത് വരെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയല്ലേ. ദീപക് ദേവിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. നമ്മൾ ഭയങ്കര ഒരു കിടിലൻ അപ്പിയറൻസ് ആയിരിക്കും, ഒരു ഇൻട്രോ ആയിരിക്കും ലാലേട്ടനെ അത് കാണാനായിട്ട് പോകുന്നത്. അതിപ്പം ഖുറൈഷി എബ്രഹാം ആണോ അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ ആദ്യം കാണിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ നമുക്കിപ്പം. എനിക്ക് തോന്നുന്നത് ഖുറൈഷി എബ്രഹാമിനെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പൊളിറ്റിക്സ്, കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഖുറൈഷി എബ്രഹാം ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഖുറൈഷി എബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ 2 ലൈഫ്, ഈ ഒരു ക്യാരക്ടറിൻ്റെ 2 ഫേസസ് നമ്മൾ ഈ സിനിമയിൽ കാണും. മറ്റേ സിനിമയിൽ കുറച്ച് സമയം കാണിച്ചിട്ടുള്ള സാധനത്തിൽ കൂടുതൽ പോർഷൻസ് ഇതിനകത്ത് കാണും. ഈ സയ്യിദ് മസൂദ് ഗ്യാങ്ങും അതേപോലെ തന്നെ ഖുറൈഷി എബ്രഹാം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ അണ്ടർവേൾഡ് കിങ് എന്നൊക്കെ പറയില്ലേ, ഇപ്പം നമുക്കറിയാവുന്നതാണ്. അത്രയും വലിയൊരു സാധനമാണ്. അപ്പം അത്രയും വലിയ, അതായത് ഖുറൈഷി എബ്രഹാമിനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്യാങ്ങിനെ അവിടെ സെറ്റ് ചെയ്യണം. ആ ഒരു ഗ്യാങ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതാരാണ്, എന്താണ്, അവരുടെ എയിം എന്താണ്, ആ സാധനങ്ങളെല്ലാം കാണിക്കണം. അങ്ങനെ കുറേ സ്റ്റോറികൾ ഈ ഒരു 3 മണിക്കൂറിൽ പറഞ്ഞു തീർക്കാനായിട്ടുണ്ട്. പിന്നെ ഇതാണ് സെക്കൻഡ് പാർട്ട് എന്നുണ്ടെങ്കിൽ ഇതിനൊരു 3ാം ഭാഗം ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 3rd പാർട്ട് എന്തായിരിക്കും 3rd പാർട്ട് എന്നുള്ളത് ഇപ്പം തന്നെ എക്സൈറ്റഡ് ആണ്. കാരണം സെക്കൻഡിൽ ഇജാതി സാധനമാണെന്നുണ്ടെങ്കിൽ 3rd എന്തായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നതെന്നുള്ളത്. എന്തായാലും ആ ഒരു ട്രെയിലർ ആരാണ് കട്ട് ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ ആര് കട്ട് ചെയ്താലും ഭയങ്കര മാസ്റ്റർ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്, ഭയങ്കര ബ്രില്യൻ്റായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 3 മിനിറ്റിൽ എവിടെയും നമുക്ക് സ്റ്റോറി മനസ്സിലായില്ല. ഒരിടത്ത് പോലും എവിടെയും ഇതിനെന്തായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നതെന്നുള്ള ഒരു സ്റ്റോറി നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാനുള്ള ത്രെഡ് തന്നിട്ടില്ല എന്നുള്ളതാണ്. കുറേ കെയോസ്, കുറേ എക്സ്പ്ലോഷൻ, കുറേ വാറ് സംഭവങ്ങൾ,
പിന്നെ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു സാധനങ്ങൾ, അതൊക്കെ തന്നെ ആയിരിക്കും സിനിമ. പക്ഷേ അതെങ്ങനെയായിരിക്കും, എന്തുകൊണ്ടാണ്, ഇതിനകത്തെ വില്ലൻ ആരാണ് എന്നുള്ളത് ഒക്കെ കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡയലോഗ്സൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് ഓൾറെഡി. അപ്പം അതൊക്കെ എന്താണെന്നുള്ളത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർച്ച് 27 സിനിമ കാണുമ്പോഴേ പറയാനായിട്ട് പറ്റുള്ളൂ. മോസ്റ്റ് എക്സൈറ്റഡ് ആണ് ആക്ച്വലി സിനിമ കാണാനായിട്ട്. ഞാനൊരു 4-5 തവണ കൂടുതൽ കാണണമെന്ന് തോന്നുന്നു ആ ഒരു ട്രെയിലർ വീണ്ടും. കാരണം അത്രയും ഇങ്ങനെ അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു സാധനം, റിപ്പീറ്റബിൾ വാല്യൂ ഉള്ളൊരു ട്രെയിലർ. ഈ ഒരു സിനിമയായിരിക്കും ബെഞ്ച് മാർക്ക് ഇനി തൊട്ട് മലയാള സിനിമയുടേത്. പിന്നെ ലൈക്കയുടെ ഇഷ്യൂ ഒക്കെ നമുക്കറിയാവുന്നതാണ്, ലൈക്ക പിന്മാറിയത്. അത് എനിക്ക് തോന്നുന്നില്ല അത് സിനിമയുടെ കുഴപ്പം കൊണ്ടാണ് എന്നല്ല, അത് ഓൾറെഡി ലൈക്ക ഫിനാൻഷ്യൽ ഇഷ്യൂസിലാണ്, ലൈക്ക പ്രൊഡക്ഷൻ നിർത്തുകയാണെന്നുള്ളത് അറിയാം. അപ്പോൾ അവർക്കൊരു റിസ്ക് എലമെൻറ്റ് എടുക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം അവർ ബാക്കൗട്ട് ചെയ്തത്. പക്ഷേ ലൈക്കയുടെ ആ ഒരു ലോഗോ സിനിമയുടെ ആദ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈലൻറ്റ് പാർട്ണർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ലൈക്ക ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക മൊത്തത്തിൽ അവരുടെ ഫുൾ എമൗണ്ട് കൊടുത്തു തീർത്തില്ല, അങ്ങനെ എന്തൊക്കെ സീനൊക്കെ ഉണ്ട്. വാട്ടവർ, അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. മാർച്ച് 27 സിനിമ റിലീസാകും. അപ്പോൾ അത് കാണാം. ഇനി ഉള്ള ആ ഒരു 7 ദിവസം വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് എന്ന് വെച്ചാൽ കട്ട വെയിറ്റിംഗ്. ഇത് എങ്ങനെ ഇത് ഫുള്ള് ഇതിനെ ഇങ്ങനെ പറഞ്ഞു തീർക്കണം എന്നിരിക്കില്ല, ഭയങ്കര എക്സൈറ്റഡ്. നിങ്ങൾ ട്രെയിലർ കണ്ടപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.